അപ്പോൾ ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ആ 50 ഡേയ്സിനുള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ. ഹായ് ഓൾ, റെയിൽവേ ഗ്രൂപ്പ് ഡി, നമുക്ക് ഇനി വരാനിരിക്കുന്ന പരീക്ഷയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി. നമ്മൾ ഒത്തിരി നാളുകൾക്ക് മുന്നേ ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്തു, അതിനുശേഷം കുറച്ച് കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റും വന്നു. നവംബർ 17 നമുക്ക് നടക്കാനിരിക്കുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിനെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നിങ്ങളിപ്പോൾ കേട്ട് കാണും നമ്മുടെ റെയിൽവേ വർക്ക്ഷോപ്പുകളിൽ ഉള്ള പോസ്റ്റുകൾ കാര്യങ്ങൾ, അതായത് അസിസ്റ്റൻറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് PA, അതുപോലെ പോയിന്റ്സ്മാൻ ബി. അതായത് പോയിന്റ്സ്മാൻ ബി എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു റെഡ് ഫ്ലാഗും അതുപോലെ ഒരു ഗ്രീൻ ഫ്ലാഗും വെച്ച് നിൽക്കുന്ന ഒരാൾ, അതാണ് പോയിന്റ്സ്മാൻ ബി. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡിയിൽ വരുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇന്ന് ആ റെയിൽവേ ഗ്രൂപ്പ് ഡിയിൽ വരുന്ന കരിയർ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു റെയിൽവേ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് വരെ നമുക്ക് ഉയർന്നു പോകാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും, അതായത് ഇപ്പോൾ പോയിന്റ്സ്മാൻ ബി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റില്ല, അസിസ്റ്റന്റ് ടെലികമ്മ്യൂണിക്കേഷൻ സിഗ്നൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റില്ല. പക്ഷേ ഒരു പോസ്റ്റ് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതായത് ട്രാക്ക് മെയിൻ്റനർ. അത് നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ, ട്രാക്ക് മെയിൻ്റനർ. അപ്പോൾ ഇതെല്ലാം വരുന്ന പോസ്റ്റുകളെല്ലാം വരുന്നതാണ് ഈ പറയുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ മെയിനായിട്ടും എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതൊരു ലെവൽ 1 പോസ്റ്റാണ്. ഓക്കെ, ലെവൽ 1 വരുന്ന പോസ്റ്റുകളാണ്. അതായത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് അത് വരുന്നത്. അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് വരുന്നുണ്ട്, അസിസ്റ്റന്റ് ബ്രിഡ്ജ് വരുന്നുണ്ട്, അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ വരുന്നുണ്ട്, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് വരുന്നുണ്ട് ഡീസൽ, അതുപോലെ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ. അതായത് ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആണ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന, അതുപോലെ സബ് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോഴത്തേക്കും വർക്ക്ഷോപ്പുകളിലും ജനറൽ സർവീസസും ആയിട്ടൊക്കെ വരുന്നതാണ് ഈ പറയുന്ന പോസ്റ്റുകൾ. അപ്പോൾ ഒത്തിരി പോസ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് വരും. പിന്നെ വരുന്നത് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നതാണ്. അസിസ്റ്റന്റ് PA, അസിസ്റ്റന്റ് TL, അതായത് ട്രെയിൻ ലൈറ്റ് ആൻഡ് AC ആണ് വർക്ക്ഷോപ്പ്. അസിസ്റ്റന്റ് TL ആൻഡ് AC ഇലക്ട്രിക്കൽ ജനറൽ സർവീസിൽ വരുന്നത്. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ഉണ്ട്, അസിസ്റ്റന്റ് TRD ഉണ്ട്, പോയിന്റ്സ്മാൻ B ഉണ്ട്, ട്രാക്ക് മെയിൻ്റനർ 4 ഉണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഡിക്കകത്ത് വരുന്നത്. അതിൽ ഈ ട്രാക്ക് മെയിൻ്റനർ എപ്പോഴും നമുക്ക് അറിയാവുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ ആദ്യമായിട്ട് നമ്മൾ അറിയുന്നതായിരിക്കും ഈ പോസ്റ്റുകൾ. അതിൽ ഈ പോയിന്റ്സ്മാൻ B നമുക്ക് കാണാൻ പറ്റും. പോയിന്റ്സ്മാൻ B നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു റെഡും ഗ്രീൻ ഫ്ലാഗ് വെച്ച് നിൽക്കുന്ന ഒരാളെ കാണാൻ പറ്റും. അതാണ് പോയിന്റ്സ്മാൻ B എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് TRD, ട്രാക്ക് മെഷീൻ, ഇതൊക്കെ നമുക്ക് വർക്ക്ഷോപ്പിലേക്കാണ് കൂടുതൽ നമുക്കത് കാണാൻ സാധിക്കുക. പിന്നെ ചിലത് മാത്രമേ ഉള്ളൂ ജനറൽ സർവീസിൽ വരുന്നത്, അതായത് കസ്റ്റമറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കി കുറച്ച് പോസ്റ്റുകൾ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് വരുന്ന കരിയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം പ്രൊമോഷനിലേക്കുള്ള പാത്വേസ് ഏതൊക്കെ നോക്കിക്കേ. നമുക്ക് 2 രീതിയിലുള്ള പ്രൊമോഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് എക്സാംസും വരും, ഒന്ന് സീനിയോറിറ്റി ആൻഡ് പെർഫോമൻസും വരും. ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും 2 to 3 ഇയേഴ്സിന്റെ സർവീസ് കഴിയുമ്പോഴേക്കും ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നമുക്ക് എഴുതി അടുത്ത പോസ്റ്റിൽ നമുക്ക് പോകാൻ സാധിക്കും. ഇനി അതല്ലാതെ സീനിയോറിറ്റിയും പെർഫോമൻസും അനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം സീനിയോറിറ്റി ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാതെ ഇത്ര വർഷം കഴിയുമ്പോൾ, ഒരു 10 വർഷം കഴിയുമ്പോൾ അടുത്ത പോസ്റ്റിലേക്കുള്ള സീനിയോറിറ്റി പ്രകാരം നമുക്ക് പോകുന്ന പ്രൊമോഷൻ ഉണ്ട്. അപ്പം സീനിയോറിറ്റി വൈസും അതുപോലെ തന്നെ പെർഫോമൻസ്, നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളും അവിടെ നടക്കുന്നതാണ്. അങ്ങനെ 2 രീതിയിലുള്ള പ്രൊമോഷൻ പാത്വേസ് ആണ് ഉള്ളത്. ഇനി കരിയർ പ്രോഗ്രസ് ആണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അതിൽ കരിയർ പ്രോഗ്രഷനിൽ ടെക്നിക്കൽ റോളിൽ നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് സൂപ്പറിൻറ്റൻറ്റ് ആണ് ആവുന്നത്, സൂപ്പറിൻറ്റൻറ്റ്. ഓക്കെ, ഇനി ട്രാക്ക് മെയിൻ്റനർ ആണെങ്കിലോ, ട്രാക്ക് മെയിൻ്റനർ നേരെ കീമാൻ ആയിട്ട്, ഗാങ്മാൻ ആയിട്ട്, അതുപോലെ സെക്ഷൻ എഞ്ചിനീയർ ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് വരും കേട്ടോ, ആ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ. അടുത്ത അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം ആണെങ്കിലോ നേരെ സെക്ഷൻ എഞ്ചിനീയറും അതുപോലെ ഹയർ ടെക്നിക്കൽ റോൾസിലോട്ടും നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ സൂപ്പർവൈസറി റോൾസ് ആണ്. അതിൽ ഒരു അസിസ്റ്റന്റ്, ഇപ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്ന അസിസ്റ്റന്റ് പോസ്റ്റുകൾക്ക് നേരെ അവർ സൂപ്പറിൻറ്റൻഡന്റിലോട്ടാണ് പ്രൊമോട്ട് ചെയ്യാൻ സാധ്യത ഏറെ. നെക്സ്റ്റ് നമ്മുടെ പോയിന്റ്സ്മാൻ ബി എന്ന് പറഞ്ഞ
ഞാൻ പറഞ്ഞില്ലായിരുന്നു പോയിന്റ്സ്മാൻ ബി എന്ന് പറയുമ്പോൾ നേരെ സ്വിച്ച്മാനിലോട്ടും പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ പൊസിഷനിലോട്ടും പോകാൻ ചാൻസ് കൂടുതലുണ്ട്. അതായത് പോയിന്റ്സ്മാൻ നേരെ സ്റ്റേഷൻ മാസ്റ്ററിലോട്ട് പോകാൻ. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ എന്താണ് അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്താണെന്നും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതൊന്ന് കയറി കാണാം. അപ്പം സ്റ്റേഷൻ മാസ്റ്ററിലോട്ട് ഇപ്പം NTPC ത്രൂ ആണ് നമ്മളത് എഴുതി ഡയറക്റ്റായിട്ട് കയറുന്നത്. അപ്പോൾ വൺസ് നിങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയിലെ പോയിന്റ്സ്മാൻ ആയതിനു ശേഷം പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്ററിലോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത് ഒരു ജനറൽ സർവീസോ ട്രാഫിക്കിന് അണ്ടറിൽ വരുന്ന ഒരു പോസ്റ്റാണ്, ട്രാഫിക് പോസ്റ്റാണ്. അതായത് അവരുടെ ഇതാണ് പറഞ്ഞത്, എന്താണ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ട്രാഫിക് ആണ്. അപ്പോൾ പോയിന്റ്സ്മാൻ ബി ഏറ്റവും കൂടുതൽ നമുക്ക് കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ളത് പോയിന്റ്സ്മാൻ ബി ആണ്. ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ എന്താണ് കോച്ച് ഫാക്ടറി, നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കോച്ച് ഫാക്ടറി ഉള്ള ചെന്നൈ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ചായിരിക്കും കിട്ടുക. കോച്ച് ഫാക്ടറിയൊക്കെ അടുത്തുള്ള ആ ഒരു ഇതായിരിക്കും നമുക്ക് ബാക്കി വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ, വർക്ക്ഷോപ്പ് പോസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ പോയിന്റ്സ്മാൻ ബി അങ്ങനെ വരുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. അതൊക്കെ ട്രാക്ക് മെയിനർ, ഇതൊക്കെ നമുക്ക് കേരളത്തിനകത്ത് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വിമന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് പോയിന്റ്സ്മാൻ. കാരണം പ്രൊമോഷൻ കയറുമ്പം തന്നെ നമുക്ക് സ്റ്റേഷൻ മാസ്റ്ററിലോട്ടുള്ള പ്രൊമോഷനിലേക്കാണ് കയറുന്നത്. അപ്പോൾ നല്ലൊരു പൊസിഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അത് ഗ്രൂപ്പ് ഡി എഴുതിയാണ് കയറുന്നതെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ജനറൽ പ്രോഗ്രഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഹെൽപ്പർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് അവർ നേരെ ടെക്നീഷ്യൻ ആവും, പിന്നെ സീനിയർ ടെക്നീഷ്യൻ ആവും, പിന്നെ ജൂനിയർ എഞ്ചിനീയർ ആവും. അത് കഴിഞ്ഞ് പിന്നെ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിലോട്ട് പോവുകയാണ് ചെയ്തത്. അതായത് ഒരു ഹെൽപ്പർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് കയറി കഴിഞ്ഞാൽ അത് ത്രൂ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സീനിയോറിറ്റി അല്ലെങ്കിൽ എന്താണ് പ്രൊമോഷൻ വൈസ് വരുന്നത് എല്ലാം എങ്ങനെയാണ് നമ്മുടെ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിലോട്ട് നമുക്ക് ഒത്തിരി വർഷം കഴിയുമ്പോഴത്തേക്കും കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാം എഴുതി കയറിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, പ്രൊമോഷന് ആദ്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ട്രാഫിക്, ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഈ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ പ്രൊമോഷൻ്റെ ഹൈറാർക്കി എക്സാക്റ്റ് ആയിട്ട് അവർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എത്ര ഉയരത്തിലോട്ട് പോകണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പറയുന്ന സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഇനി ഇൻറ്റേർണൽ എക്സാമിനേഷൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു ഇൻറ്റേർണൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എക്സാം, ആ എക്സാം പാസ്സായാൽ മാത്രമേ കരിയർ അഡ്വാൻസ്മെന്റ്, അതായത് ഇസ് എ കീ മെക്കാനിസം ഫോർ കരിയർ അഡ്വാൻസ്മെന്റ്, കരിയർ അഡ്വാൻസ്മെന്റിലേക്കുള്ള ഒരു കീ മെക്കാനിസമാണ് ഈ പറയുന്ന ഇന്റേണൽ എക്സാമിനേഷൻ. ഇന്റേണൽ എക്സാമിനേഷൻ എഴുതി കയറുമ്പം ചെറിയ വർഷത്തിനുള്ളിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു പോസ്റ്റിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾ ഇയേഴ്സ് ഓഫ് ഡെഡിക്കേറ്റഡ് സർവീസസ് ആൻഡ് കൺസിസ്റ്റന്റ് പെർഫോമൻസ് കോൺട്രിബ്യൂട്ട് ടു പ്രൊമോഷൻ എലിജിബിലിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം ഒന്നും എഴുതിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി വർഷം എന്താണ് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് സർവീസ് നടത്തിയിട്ടുണ്ട്, അതായത് എക്സ്പീരിയൻസ് അത്രയും നല്ലതായിട്ടുണ്ട്, അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പെർഫോമൻസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീനിയോറിറ്റി വൈസ് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് പ്രൊമോഷനിലോട്ട് കയറാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ സാലറി ആണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു ലെവൽ 1 പോസ്റ്റാണിത്. 7th CPC പേ കമ്മീഷൻ അടലാണ്. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന 8th പേ കമ്മീഷൻ. അപ്പം ഇതിൽ നിന്നും ഡബിൾ ആവുകയാണ് ചെയ്യുന്നത് 8th പേ കമ്മീഷൻ വരുമ്പോൾ. ഇവിടുത്തെ ബേസിക് പേ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. ഓക്കെ, അതായത് പേ സ്കെയിൽ വന്നിട്ട് 5,200 തൊട്ട് 20,200 ആണ്. ബേസിക് പേ 18,000 ആണ്. ഗ്രേഡ് പേ വന്നിട്ട് 1,800 ആണ്. HRA 8% to 24%, അതായത് ചെറിയ സ്റ്റേഷൻ തൊട്ട് വലിയ സ്റ്റേഷൻ വരുന്ന രീതിക്കായിരിക്കും അവിടുത്തെ ആ പറയുന്ന എന്താണ് HRA കാര്യങ്ങളൊക്കെ അവിടെ വരിക. പിന്നെ DA വരുന്നുണ്ട് 3,060 രൂപ. ട്രാവൽ അലവൻസ് വരുന്നുണ്ട്, അതായത് നമ്മുടെ ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ട്രാവൽ അലവൻസ് വരുന്നത്. ഗ്രോസ് സാലറി കിട്ടുന്നത് 22,000 തൊട്ട് 25,000 ആണ് നമുക്ക് ഗ്രോസ് സാലറി വരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അലവൻസസ്? റെയിൽവേ എന്ന് പറയുമ്പോൾ നമുക്ക് അലവൻസസിൻ്റെ കൂമ്പാരമാണ്. അതായത് ഇവിടെ നമുക്ക് ഡിയർനെസ് അലവൻസ് ഉണ്ട്, HRA ഉണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ഓവർ ടൈം എടുത്തിട്ടുണ്ടെങ്കിലോ ആ അലവൻസ് ഉണ്ട്. ഇനി നിങ്ങൾ കിലോമീറ്റേഴ്സ് എത്ര ഓടിയിട്ടുണ്ടെങ്കിൽ
ആ അലവൻസ് ഉണ്ട്. അത് ചില സ്പെസിഫിക് ആയിട്ട് വരുന്ന ചില പോസ്റ്റുകൾക്ക് മാത്രമേ കിലോമീറ്റർ അലവൻസ് ഒക്കെ വരത്തുള്ളൂ. പിന്നെ എന്താണ് ട്രാവൽ അലവൻസിൽ ഡിസ്റ്റൻസ് കവേർഡ് ബിയോണ്ട് 8 കിലോമീറ്റർ, അതായത് 8 കിലോമീറ്റർ, അതായത് ഇപ്പം നമ്മൾ ട്രാക്ക് മെയിൻ്റനറിൻ്റെ കാര്യം പറയാം, അവർക്ക് ഇത്ര ഡിസ്റ്റൻസ് കാര്യങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുക. അപ്പോൾ ആ ഡിസ്റ്റൻസിൻ്റെ അനുസരിച്ചിരിക്കും അവരുടെ ആ ട്രാവൽ അലവൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് ഹോളിഡേയ്സിൽ വരുന്ന കോമ്പൻസേഷൻ, അതുപോലെ ഫിക്സഡ് കൺവെയൻസ് അലവൻസ് ഉണ്ട്. കൺവെയൻസ് അലവൻസ് ഫോർ റെയിൽവേ ഡോക്ടേഴ്സ്, അത് റെയിൽവേ ഡോക്ടേഴ്സിനാണ് ഈ പറയുന്ന കൺവെയൻസ് അലവൻസ് വരുന്നത്. സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസസ് വരും, അതായത് ട്രൈബൽ ആൻഡ് സ്കെഡ്യൂൾഡ് ഏരിയയിൽ സ്കെഡ്യൂൾഡ് ഏരിയയിലൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ് വരും. അതുപോലെ സ്പെഷ്യൽ അലവൻസ് ടു റെയിൽവേ സ്കൂൾ ടീച്ചേഴ്സിനുണ്ട്. സ്പെഷ്യൽ അലവൻസ് ഫോർ എംപ്ലോയീസ് ചൈൽഡ് കെയർ ഉണ്ട്, അതായത് ഒരു റെയിൽവേ എംപ്ലോയിയുടെ കുട്ടിക്ക് എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അലവൻസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വിമൻ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള വിമന് എന്താണ് സ്പെഷ്യൽ അലവൻസ് വരുന്നുണ്ട്. മെഡിക്കൽ ബെനിഫിറ്റ്സ് റെയിൽവേ ഉദ്യോഗസ്ഥനും അവരുടെ ഡിപ്പെൻഡൻസിനും വരുന്നുണ്ട്. അതുപോലെ പെൻഷൻ സ്കീമും വരുന്നുണ്ട്. ഇത് കൂടാണ്ട് അല്ലാതെ ഒത്തിരി അലവൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. റെയിൽവേയിലാണ് ഏറ്റവും കൂടുതൽ അലവൻസും കാര്യങ്ങളും വരുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഏർണിങ്സ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അത്രയും നല്ലൊരു പോസ്റ്റാണ് റെയിൽവേ പോസ്റ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അലവൻസും കാര്യങ്ങളൊക്കെ വരിക. ഇനി HRA, പ്രത്യേകിച്ച് ഞാൻ HRAയുടെ കാര്യം പറയാം. HRAയിൽ ഇപ്പം കാറ്റഗറി ഓഫ് സിറ്റി എക്സ് ആണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഒരു 50 ലക്ഷത്തിന് താഴെയുള്ള പോപ്പുലേഷൻ ആയിട്ടുള്ള ഒരു സിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ HRA 4320 രൂപ കിട്ടും, 24%. ഇനി വൈ സിറ്റി ആണ്, അവിടെ 5 to 50 ലക്ഷമാണ് പോപ്പുലേഷൻ എങ്കിൽ 2880 രൂപയാണ്, 16% കിട്ടുന്നത്. ഇനി ഇസഡ് ആണ്, മോർ ദാൻ 50 ലാക്ക് ആണെങ്കിൽ 1440 രൂപയാണ് അവിടുത്തെ, അതായത് 8% നമുക്കവിടെ ആ പറയുന്ന HRA കിട്ടുന്നത്. അപ്പോൾ ഇതാണ് HRAയിൽ വരുന്ന അലവൻസും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പം നവംബർ 17 എക്സാം ആണ്. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ തന്നെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 50 day ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ആ 50 ഡേയ്സിനുള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും അത് റിവൈസ് ചെയ്യാനും പിന്നെ നമ്മൾ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു 50 day ക്രാഷ് ബാച്ചാണ്. അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻക്വയറി നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുകൂടാണ്ട് നമ്മുടെ വിദ്യാരംഭം പ്രമാണിച്ച് നമ്മൾ റെയിൽവേയുടെ സ്പെഷ്യൽ ബാച്ച്, അതായത് ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ബാച്ച് ഒരു 1 time ഇൻവെസ്റ്റ്മെൻറ്റ് ബാച്ചാണ്. അതായത് നമ്മൾ ഇപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു, ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ചാണ്. അപ്പം ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോവുകയാണ്. ആ അറ്റൻഡൻസ് 85%, അതുപോലെ തന്നെ മെൻറ്റേഴ്സ് തരുന്ന ടാസ്ക് 85% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കൂടെ റിന്യൂ ചെയ്ത് കിട്ടുന്നതായിരിക്കും. കൂടാണ്ട് തന്നെ ഒരു ലൈഫ് ടൈം വാട്സാപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് ലൈഫ് ടൈം സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ 2 സ്പെഷ്യൽ കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കൂടാണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് സെഷൻസ് ഉണ്ട്, കംപ്ലീറ്റ് സിലബസ് കവറിംഗ് ഉണ്ട്, അതുപോലെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, PYQs ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് സാധാരണ രീതിയിലുള്ളത് അതെല്ലാം നമുക്ക് ഇതിനകത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നമുക്ക് ഈ 2 സ്പെഷ്യൽ ഓഫറും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ 50 day ക്രാഷ് കോഴ്സ് നിങ്ങൾ മറക്കണ്ട. നവംബർ 17 പ്രിപ്പറേഷൻ നടത്തുന്നവർ തീർച്ചയായിട്ടും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിച്ചു തന്നെ പോവാട്ടോ. അതുപോലെ നമ്മുടെ റെയിൽവേ NTPCയുടെ പോസ്റ്റ് കാര്യങ്ങൾ, ഇപ്പം സ്റ്റേഷൻ മാസ്റ്റർ ആയിക്കോട്ടെ, അതുപോലെ ഗുഡ്സ് ട്രെയിൻ മാനേജർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒത്തിരി പോസ്റ്റുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ സ്പെഷ്യലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക. ഇനി വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തേക്കും. അതൊന്ന് നിങ്ങൾ
ഒന്ന് അതിൽ നിങ്ങൾ കയറി നിങ്ങൾ കണ്ടാലും മതിയാവും കേട്ടോ. നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക, ബാക്കി മോർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. അതായത് ഇനി വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിൽ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്തേക്കുക. ഇനി കൂടുതൽ എൻക്വയറീസിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം കേട്ടോ. 8714764666 എന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പറേഷൻസ് കൊണ്ടുപോയിക്കോളൂ. നമ്മൾ എന്തായാലും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ പുതിയൊരു സെക്ഷനായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.